ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ അഗുംബയിലുള്ള സെക്കൻഡ് ഡേ ആണിത്. നമ്മൾ സെക്കൻഡ് ഡേ വിചാരിച്ചു രാവിലെ നേരത്തേക്ക് എണീറ്റിട്ട് മോർണിംഗ് വാക്കിന് പോയാലോ എന്ന്. കാരണം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് കാരണം നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ നല്ല അടിപൊളി മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സൺറൈസ് കിട്ടിയില്ല. പക്ഷെ ഈ ഒരു കോട്ടയം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഈ കോട്ടയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അഗുംബയിൽ വന്നിട്ട് നമ്മള് പാമ്പിനെയൊക്കെ കാണുന്നു പറഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സോ നമ്മൾ കാട്ടിന്റെ ഉള്ളിലൂടെയൊക്കെ കേറിയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കണ്ടൊരു കോട്ടയുടെ ഉള്ളില് കേറിയിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കോട്ടയാണെങ്കിൽ പോലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമായിരുന്നു അതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയൊക്കെ തോന്നും. ചിലപ്പോ പാമ്പൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. മഴയൊക്കെ പെയ്യുന്നതല്ലേ. സോ ഞാൻ ആലോചിച്ചു ഇങ്ങനെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഉഗ്രൻ കിടിലൻ ഫോട്ടോ ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. സോ ഞാൻ എൻ്റെ ക്യാമറ ഒക്കെ പിടിച്ച് ആദ്യം ഒന്ന് നോക്കി എന്തെങ്കിലും ഡേഞ്ചറസ് ആണോ ഇതിന്റെ ഉൾവശം ഒന്ന് കാണാൻ വേണ്ടി. കാരണം അത്യാവശ്യം മഴയായിരുന്നു കാരണം എല്ലാവരും അവരവരുടെ റൂമിലോട്ട് തിരിച്ച് നടക്കുന്നത് കാണുന്നുണ്ട്. നമ്മളെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കുണ്ടാതിരി ഹിൽസിലോട്ടായിരുന്നു. സോ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വേണം അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങള് വേഗം തിരിച്ച് നടക്കുകയാണ് ചെയ്തത്. മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ സൈഡിൽ കൂടെ പുഴയൊക്കെ പോകുന്നുണ്ടായിരുന്നു. വീഡിയോയാ ജില്ലകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞങ്ങളെ എങ്ങോട്ട് തിരിഞ്ഞാ നിക്കണേ. അയ്യോ അടിപൊളി. ചിറ്റപ്പൻ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുണ്ടാതിരി ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും കുണ്ടാതിരി ഹിൽസിലായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടത് കവളദുർഗ ഫോർട്ടിലോട്ട് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾക്കൊരു ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ ഞങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു പോണ്ട് എത്തുന്ന വരെയാണ് നമ്മൾ നടക്കേണ്ടത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അടിപൊളി എക്സ്പീരിയൻസ്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. മഴയൊക്കെ നനഞ്ഞു വിട്ടാൽ ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കുളമാണ്. കുളം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ആയി. കയറുമ്പോൾ നമുക്ക് വിചാരിക്കും കയറാൻ പറ്റത്തില്ല എന്നൊക്കെ. പക്ഷെ നമ്മളെല്ലാവരും കയറ്റി. അങ്ങനെ ട്രക്കിംഗ് കംപ്ലീറ്റഡ്. നീ എന്തിനാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലം എനിക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കവളദുർഗ ഫോർട്ട്. അതിന് അവശിഷ്ടങ്ങളാണ്. 9th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ചെറിയൊരു സ്ഥലമൊന്നുമല്ല, ഒരു കന്നഡ മൂവി മാൽഗുഡി ഡേയ്സിൻ്റെ മൂവി ലൊക്കേഷൻ കൂടിയാണ്. നമ്മൾ വിചാരിക്കും അയ്യേ ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് എന്ത് കിട്ടാനാണെന്ന്. പക്ഷേ ഇവിടുന്ന് എടുക്കുന്ന ഫോട്ടോ ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. എവിടെ നിന്നാലും അതൊരു ഫോട്ടോ പോയിന്റ് ആയിരുന്നു. നമുക്കത് ചെറിയൊരു കാര്യമല്ല. ഒരു പാറയുടെ മുകളിലാണ് അത് ഇരിക്കുന്നത്. ആ പാറയുടെ മുകളിലേക്ക് ഏന്തി വലിഞ്ഞിട്ടൊക്കെ വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കവളദുർഗ ഫോർട്ടിൻ്റെ ട്രക്കിങ്ങിൻ്റെ വേറെ ഒരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു കേട്ടോ അത്. സോ നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഈ യാത്രയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ടീമിൻ്റെ കൂടെ ടൂർ കോർഡിനേറ്റർ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ വെറും ഒരു യാത്രിക മാത്രമായിരുന്നില്ല ഞാൻ. കുറച്ച് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത്. അത് ഈ ടീമിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സ്ഥലങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തരാം. സോ അടുത്ത വീഡിയോയിൽ ഞാൻ ബൈ.